ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ARM അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോയുടെ പുതിയ സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു ജേണി എന്ന് പറയുന്നത് 6 വർഷമായിട്ടുള്ളൊരു ജേണിയാണ് ഈ ഒരു സിനിമയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം കാണാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ടൊവിനോയുടെ ആ ഒരു ട്രിപ്പിൾ റോൾ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ ട്രെയിലറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പ്ലസ് എന്തൊക്കെ ഒരു ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു സാധനം ആ ഒരു ട്രെയിലറിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കള്ളനായിട്ട് വന്നിട്ടുള്ള മണിയൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ കാണാനുള്ള ഏറ്റവും പ്രധാന കാരണം ഇതൊക്കെയാണ്. ഈ ഒരു സിനിമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തീം ഉണ്ടല്ലോ, ഈ ഒരു തീം എന്ന് പറയുന്നത് വളരെയധികം കാലമായിട്ട് ഞാൻ ഈ ഒരു തീം മലയാള സിനിമയ്ക്കകത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, ഇത്രയും കാലമായിട്ട് കിട്ടാണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് കിട്ടുന്ന സമയത്തുള്ളൊരു എക്സൈറ്റ്മെന്റും അതെങ്ങനെ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നല്ല രീതിക്ക് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒരു സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെ പിടിച്ചിരുത്തിയിട്ടുള്ളതും ഈ ഒരു സംഭവം കൊണ്ടാണ്. അതുപോലെ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ടൊവിനോ തന്നെയാണ്. ഒരു രക്ഷയില്ല, ടൊവിനോ തകർത്തഴിഞ്ഞാടിയിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. എസ്പെഷ്യലി മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ജഗദീഷിന് ഒരു ചെറിയൊരു റോളുണ്ട്, അത് അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരീഷ് ഉത്തമന് നല്ലൊരു റോളുണ്ട്, ബേസിലിന് നല്ലൊരു റോളുണ്ട്. അജു വർഗീസിന് ആകെ 2-3 സീനുള്ളൂ, അതും അത്യാവശ്യം നല്ലൊരു സീനായിട്ട് തന്നെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് 3 നായികമാരുണ്ട്. കൃതി ഷെട്ടി ഉണ്ട്, അതുപോലെ ഐശ്വര്യ ഉണ്ട്, അതുപോലെ സുരഭി ഉണ്ട്. അതിൽ കൃതി ഷെട്ടിക്കാണ് സ്ക്രീൻ സ്പേസ് കൂടുതലെങ്കിലും ഇമ്പോർട്ടൻസ് കൂടുതൽ സുരഭിക്കാണ്. സുരഭിയും ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരു 5-6 സീനിലേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻസ് കൂടുതൽ സുരഭിയുടെ ആ ഒരു ക്യാരക്ടറിനാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് ആക്ഷൻ സീക്വൻസുകൾ വേറെ ലെവലിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളം സിനിമയ്ക്കകത്ത് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, ആക്ഷൻ സാധനങ്ങൾ. അത് ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2-3 ആക്ഷൻ സീക്വൻസ് ആണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. അത് അത്യാവശ്യം വെടിപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ടൊവിനോന്റെ ബോഡി ലാംഗ്വേജും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, വേറെ ലെവലിൽ വന്നിട്ടുണ്ട്. ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 3D എഫക്ട് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് 2Dയിൽ ഷൂട്ട് ചെയ്തിട്ട് അവർ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അനുഭവിച്ച 3D അനുഭവം എന്ന് പറയുന്നത് വളരെ അരോചകമായിട്ടുള്ളൊരു സാധനം. എനിക്ക് എന്തായാലും ഇത് 2Dയിൽ ഒന്നും കൂടി കാണണം. പിന്നെ നേരത്തെ പറഞ്ഞ പിന്നെയും ഗ്രിപ്പിംഗ് ആയിട്ട് പിടിച്ചിരുത്തിയിട്ടുള്ളത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളൊന്നും ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തൊക്കെ ആ ഒരു ട്രഷർ ഹണ്ട് മോഡൽ ആ ഒരു പരിപാടി പിടിച്ചിരിക്കുന്നതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൊണ്ടും എന്നെ സംബന്ധിച്ച് തൃപ്തികരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ARM എന്ന് പറയുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോയുടെ പുതിയ സിനിമ. എന്തായാലും ഇത് നല്ലൊരു തിയേറ്ററിൽ തന്നെ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക, എസ്പെഷ്യലി 2Dയിൽ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു അറ്റ്മോസ് അല്ലെങ്കിൽ നല്ലൊരു തിയേറ്റർ സൗണ്ടിങ് തിയേറ്ററുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ നോക്കി 2Dയിൽ കാണാൻ ശ്രമിക്കുക. 3D എന്നെ സംബന്ധിച്ച് വലിയ രസമായിട്ട് തോന്നിയില്ല. 3D എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു ബ്രൈറ്റ്നസ് എവിടേക്കോ നല്ല രീതിയിൽ കുറഞ്ഞു പോയ പോലെ തോന്നി. കണ്ണട എടുത്ത് മാറ്റി നോക്കുന്ന സമയത്ത് ബ്രൈറ്റ്നസ് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നു. കണ്ണട വെച്ച് നോക്കുമ്പോൾ വളരെയധികം വളരെ ഡാർക്കായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നുന്നു. ഞാൻ അടുത്തിരിക്കുന്ന 1-2 പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതും ഇതേ സംഭവമാണ്. 2Dയിൽ അവർ ഷൂട്ട് ചെയ്തിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തതായിരിക്കാം എന്നൊക്കെ പറയുന്നു. ടെക്നിക്കലി നമുക്കറിയില്ല എന്തൊക്കെയാണെന്നുള്ളതൊന്നും. സോ അറിയാവുന്നവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തത് കിഷ്കിന്ധാകാന്ഡം കാണാനുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ കൊണ്ടൽ റിലീസാണ്. എന്തായാലും അടിപൊളി റിലീസുകളുണ്ട്. എന്തായാലും ARM കാണാൻ ആഗ്രഹിക്കുന്നവർ നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കുക. See you in the next video, guys.